നൽകി. ഒരു ദിവസം അദ്ദേഹം പട്ടണത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു ഇസ്രായേലിനെ ഒരു ഈജിപ്ഷ്യൻ പടയാളി അടിക്കുന്നത് കണ്ടു. ഇസ്രായേലിൻ പ്രവാചകനെ കണ്ടപ്പോൾ അവൻ സഹായത്തിനായി അദ്ദേഹത്തോട് യാചിച്ചു. അദ്ദേഹം അയാളെ അടിക്കുന്നത് നിർത്താൻ പട്ടാളക്കാരനോട് ആവശ്യപ്പെട്ടു. പടയാളി അദ്ദേഹത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തു. പ്രവാചകൻ ആദ്യം പടയാളിയോട് കാര്യം പറയാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അത് കേൾക്കാൻ തയ്യാറായില്ല. അപ്പോൾ പ്രവാചകൻ മുന്നോട്ട് വന്ന് പടയാളിയെ ശക്തമായി ഇടിച്ചു. ശക്തമായ ഇടിയുടെ ആഘാതത്തിൽ അവൻ മരിച്ചു. താൻ എന്താണ് ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം സ്വയം പറഞ്ഞു, ഇത് പിശാചിന്റെ ദുഷ്പ്രവൃത്തിയാണ്. കാരണമില്ലാതെ ആരെയെങ്കിലും കൊല്ലുന്നത് പാപമാണെന്ന് പ്രവാചകൻ അറിയാമായിരുന്നു. അദ്ദേഹത്തിനതിൽ കുറ്റബോധം തോന്നി. അദ്ദേഹം നിലത്ത് മുട്ടുകുത്തി അല്ലാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ നാഥ, എന്നോട് ക്ഷമിക്കുക. അടുത്ത ദിവസം അതേ ഇസ്രായേലിയൻ മറ്റൊരാളുമായി വഴക്കുണ്ടാക്കുന്നത് പ്രവാചകൻ കണ്ടു. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ദിവസവും ഒരാളോടല്ലെങ്കിൽ മറ്റൊരാളോട് വഴക്കിലേർപ്പെടുമെന്ന് തോന്നുന്നു. ഇസ്രായേലി പേടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. ദയവ് ചെയ്ത് പടയാളിയെ നിങ്ങൾ കൊന്നതുപോലെ എന്നെ കൊല്ലരുത്. ഇസ്രായേലിനോട് വഴക്കുകൂടിയിരുന്ന ആ ഈജിപ്തുകാരൻ ഈ സംസാരം കേട്ടു. അവൻ അധികാരികൾക്ക് ഇത് അറിയിച്ചു കൊടുത്തു. അടുത്ത ദിവസം പ്രവാചകൻ നഗരത്തിലൂടെ നടക്കുമ്പോൾ ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്നു. മൂസ, നിങ്ങളെ പിടിക്കാൻ പടയാളികൾ വരുന്നു. സമയം തീരുന്നതിനു മുമ്പ് ഇവിടെ നിന്നും പോകൂ. ആ മനുഷ്യൻ പറഞ്ഞു, ഒരു ഈജിപ്ഷ്യനെ കൊല്ലുന്നതിനുള്ള ശിക്ഷ മരണമാണെന്ന് നബിക്കറിയാമായിരുന്നു. അങ്ങനെ പ്രവാചകൻ പെട്ടെന്ന് തന്നെ ഈജിപ്ത് വിട്ടു. അദ്ദേഹത്തിന് വസ്ത്രം മാറാനുള്ള സമയം പോലും കിട്ടിയില്ല. അദ്ദേഹം ഒരു യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പിലല്ലായിരുന്നു. ആ മനുഷ്യന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് പെട്ടെന്ന് ഈജിപ്ത് വിടുകയായിരുന്നു.